രഞ്ജു, എപ്പിസോഡ് 7 നീ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോ? രഞ്ജിനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അഖിൽമാരാറ് രഞ്ജിനിനെ സ്റ്റോപ്പ് ചെയ്തു. എപ്പോ? നീ ശ്രദ്ധിച്ചില്ല? ഇല്ല. ഞാൻ പറയാ ടുവേർഡ്സ് ദ എൻഡ് ആട്ടോ. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. എന്തിനായിരിക്കും? അതെന്തിനാ ഒരു ജഡ്ജ് വേറെ ജഡ്ജിനെ സ്റ്റോപ്പ് ചെയ്യണേ? എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എന്നാലും ഇത് എപ്പോ നടന്നു? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് അതിന്റെ തുടക്കത്തിൽ 24 ആൾക്കാർ കൂടിയാണ് നമ്മൾ 7th എപ്പിസോഡ് തുടങ്ങിയത്. എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ആസ് യൂഷ്വൽ ഏതാണ്? ആ മാസ്കോന്റെ. അയ്യോ, ഇപ്രാവശ്യം സ്റ്റോറി കുറച്ച് ടച്ചിങ് ആയി അല്ലേ? ആക്ച്വലി ഷിജിന്റെ ആ ഒരു സ്റ്റോറിയാണ്, എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നുപോയി. ആ അമ്മ എന്നാലും ആ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴും ഷിജിന് എങ്ങനെ മനസ്സിലായല്ലേ അമ്മയെ നമ്മള് മരിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നത്? ഒരു അമ്മോ, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പറയില്ല, അവർ ഇന്നസെന്റ് മനസ്സായ അവർക്ക് എല്ലാം തിരിച്ചറിയും. നമ്മൾ പറഞ്ഞില്ലെങ്കിലും പലതും അറിയും. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അത് ആ വീട്ടിലെ ഒരു അൺഈസി എയർ ഉണ്ടാവുമല്ലോ. അമ്മ കരഞ്ഞോണ്ട് ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ആ കുട്ടിയൊക്കെ എവിടെയെങ്കിലൊക്കെ വലിയ നിലയിൽ എത്തട്ടെ അല്ലേ? ആ അമ്മയ്ക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിട്ടും ഐ ലവ് യു അമ്മ എന്ന് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട്. ഈ മാസ്ക് ഓഫിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാക്ട് എന്താ അറിയടാ, നമ്മൾ ഇതിൽ കണ്ട പല ആൾക്കാരും നമുക്ക് പരിചയമില്ല. പക്ഷെ ഈ മാസ്ക് ഓഫിൽ അവർ വന്നിട്ട് അവരുടെ ആ ഒരു ടച്ചി സ്റ്റോറി പറയുമ്പോൾ നമുക്കും അവരുമായിട്ടൊരു ചെറിയ കണക്ട് വരുന്നുണ്ട്. അതെ അതെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പാവം കുട്ടി എന്ന് പറഞ്ഞ് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഒരു വിക്ടിം കാർഡ് കളിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. മനസ്സിലായില്ല. കമ്പിളി പുതപ്പ് എന്ത് പുതപ്പാണെങ്കിലും. അപ്പൊ എനിക്ക് തോന്നി അഭിരാമിന് സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് എല്ലാ പ്രാവശ്യവും ഈ എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് എനിക്ക് ആ പ്രോബ്ലം കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ പ്രോബ്ലം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അതൊരു എസ്കേപ്പിസമായിട്ട് തോന്നി. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാലോ. ശരി ശരി, ഐ അഗ്രി. പിന്നെ വേറെ ഒരു ഭയങ്കര ടച്ചി സ്റ്റോറി ഉണ്ടായിരുന്നു. ആരുടെ? അളകനന്ദന്റെ ആണോ? അല്ല, അളകനന്ദനെ കാട്ടും എനിക്ക് വിശാഖിന്റെ കുറച്ചും കൂടെ. ശരിയാ ശരിയാ. അതെ, ഓർഫനേജിൽ കൊണ്ടുവിടുക. എന്നിട്ട് വിശാഖ് പറയുന്നുണ്ടല്ലോ, അച്ഛ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി വന്നാൽ വളരെ സന്തോഷമായിരിക്കുന്നു. അമ്മോ, അതും ഭയങ്കര ടച്ച് ആയിരുന്നു. അച്ഛൻ വരുന്നുണ്ടാവും. അതെ, ബൈ വിശാഖ് ബിഗ് ബോസിന്റെ ഹൗസിൽ കയറും ചെയ്യട്ടെ, എന്നിട്ട് അച്ഛൻ കാണാൻ വരും ചെയ്യട്ടെ. അതെ അതെ. പിന്നെ നീ പറഞ്ഞ പോലെ അളകനന്ദയുടെ അവിടെ ഞാൻ ഈ ഇന്റർകാസ്റ്റ് മാരേജ് അതും ഇതൊക്കെ വരുമ്പോ നമ്മൾ ആ കുട്ടികളെ ആരും ഉപദ്രവിക്കരുത്. ശരിക്കും കുട്ടികൾക്ക് എത്ര ഫീൽ ചെയ്യുന്നുള്ളേ. ആ കുട്ടി പറഞ്ഞ ആ സ്റ്റോറിയിൽ ആ കുട്ടീനെ മാറ്റി നിർത്തിക്കോളൂന്ന്. അതിൽ ഡിസിഷൻ മേക്കേഴ്സ് പാരന്റ്സ് ആണ്. കുട്ടിക്ക് അതിൽ ആക്ച്വലി ഒരു പാട്ടും ഇല്ല. പക്ഷെ സൊസൈറ്റി കാണിക്കുന്നത് പലപ്പോഴും കുട്ടികളോടാ. പക്ഷെ അളകനന്ദ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇഷ്ടായിരുന്നു, നന്ദു എന്നൊക്കെയാണ് വിളിക്കുന്നത്, നന്ദു അങ്ങനെ കണ്ടൊക്കെയാ വിളിക്കുന്നത്. പക്ഷെ സർട്ടൻ പ്ലേസസിലോട്ട് പോവാൻ ആ കുട്ടിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിൽ എനിക്ക് മനസ്സ് നിറഞ്ഞതായിരുന്നു അൽഫനാസ്. അത് ആ പെൺകുട്ടീന്റെ ആ കുട്ടീന്റെ കോൺഫിഡൻസും എനിക്ക് ആക്ച്വലി ആ ഗ്രാൻഡ് മദറിനെ ഒന്ന് കാണാൻ തന്നെ തോന്നിപ്പോയി. സ്കൂളിൽ പോയി അടി ഉണ്ടാക്കും ഗുണ്ടയായിട്ട് പോയിട്ട്. എന്റെ മോള് ഗുണ്ടുമണിയാണെങ്കിൽ എന്തുകൊണ്ട് ചാൻസ് കൊടുക്കണില്ല? പക്ഷെ ആ ഒരു ഇത് കേട്ടപ്പം കുറച്ചൊക്കെ എനിക്ക് എന്റെ സ്വഭാവമായിട്ടും തോന്നി, അമ്മൂമ്മയുടെ സ്വഭാവം. പക്ഷെ നല്ലതാട്ടോ, അങ്ങനത്തെ അമ്മൂമ്മമാര് വേണം. ഇല്ല, ഞാൻ മാറി നിൽക്കുക ഇപ്പൊ. ഇനി അമ്മൂമ്മ ആകുമ്പം ഞാൻ പോയി അടി ഉണ്ടാക്കുന്നു. അപ്പൊ ആ പറഞ്ഞ മാസ്ക് ഓഫിൽ എനിക്ക് മനസ്സ് നിറഞ്ഞത് ശരിക്കും പറഞ്ഞ അൽഫനാസിന്റെ അതും കോൺഫിഡൻസ് എങ്ങനെ ആ കുട്ടിക്ക് വന്നു എന്നും. പിന്നെ ജഡ്ജസ് പ്രത്യേകിച്ച് പറഞ്ഞു, അവൾ ആ സംസാരിക്കുമ്പോഴും നീ ശ്രദ്ധിച്ചോ, ഫുൾ കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ആ കുട്ടീനോട് ഒരു ചെറിയ ഇഷ്ടം കൂടി. ഈ പ്രാവശ്യം ഈ മാസ്ക് ഓഫ് കഴിഞ്ഞ് വരുമ്പോൾ ആക്ച്വലി എനിക്ക് ഓരോരുത്തരോട് ഇഷ്ടം കൂടി വരും. സത്യം കേട്ടോ, അതായിരിക്കുമല്ലോ അവരുടെയും ഒരു മോട്ടോ അതിന്റെ ബാക്കില്. അതുപോലെ ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗെയിം എന്തായിരുന്നു ഗെയിം? രഞ്ജനിയുടെ ടീമും റിയാസിന്റെ ടീമും. ആക്ച്വലി അവിടെ റിയാസ് എന്തിനാ അല്ലെ ആ ഒരു ഐഡിയ പറഞ്ഞത്, കപ്പ് തിരിച്ചു വെക്കുമ്പം ആ റൗണ്ട് സർക്കംഫറൻസ് കൂടുതലുള്ളത് തിരിച്ചു വെച്ചാലല്ലേ മേളിൽ ഇത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ടീം വരുന്നതിന്റെ മുമ്പേ റിയാസ് പറഞ്ഞാലും വിചാരിച്ചു മിണ്ടാണ്ടിരിക്കുന്നു. കറക്റ്റ്, ഇവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, അവർ ഫസ്റ്റ് ടൈം കളിക്കല്ലേ. ആ ഒരു ക്ലൂ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആ രണ്ടാമത് വന്ന ടീം ഭയങ്കര അഗ്രഷൻ കാണിച്ചത്. രണ്ടാളും ഇതിനു വേണ്ടി ടോസ് ഇട്ടേണ്ടി. അതെ അതെ. എന്നിട്ട് പിന്നെ തട്ടലായി തെറിപ്പിക്കലായി. അതിന്റെ ഇടയിലാണ് അഭിരാം ലാസ്റ്റ് അടിക്കുന്നതിന് മുമ്പേ പോയി എല്ലാം കൂടെ അടിച്ചതും ഓടിപ്പോയി എല്ലാം കൂടെ തട്ടി തെറിപ്പിച്ച് കുറെ. അവിടെ നീ പറഞ്ഞ പോലെ അഭിരാം എന്നിട്ട് ഒരു കഥയൊക്കെ പറഞ്ഞു, ഞാൻ എന്തിനാ എന്റെ ടൈമിംഗ് തെറ്റിയതാണെന്ന്. അഭിരാമിന് ഞാൻ പണ്ട് കുറെ ഫേവർ ചെയ്തെങ്കിലും
ഇതിൽ ചെയ്ത കുറച്ചൊക്കെ തെറ്റുപറ്റി. ആക്ച്വലി ഷിൻജിത്തും സോനയും കൂടെ എന്തായിരുന്നു അമ്മു, അത് ഭയങ്കര കൂടുതലേ. എനിക്ക് തോന്നുന്നു അവിടെ ഈ റിയാസ് ഇത് പറഞ്ഞു കൊടുത്തില്ലേ, ഓ ഇത് ഐഡിയ ആണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പം ഒരു ടീമിന് അത് ചെയ്യാൻ കിട്ടി, മറ്റേ ടീമിന് കിട്ടിയില്ല. അപ്പം ആ കിട്ടാത്ത ടീം എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ നശിപ്പിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് വന്നു തോന്നുന്നു. പക്ഷെ ഇടയിൽ വെച്ച് ജഡ്ജസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി. ഇവര് 2 കളിയും കളിക്കുന്നുണ്ട്. ഇവിടുന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കപ്പ് ഡാമേജ് ആയ അത് ഡിസ്ക്വാളിഫൈ ആയിരുന്നു. അപ്പൊ ഈ കളിക്കുന്നവർക്ക് മനസ്സിലാവണില്ല, അവരെ കൺഫ്യൂസ് ചെയ്ത് വിടുന്നുണ്ട്. എന്തായാലും ഗെയിംസ് നന്നായിരുന്നു. ഗെയിമിന്റെ എൻഡില് 3 ആൾക്കാർക്ക് ഇൻഫിനിറ്റി ബെൽറ്റ്. അതെ, എലിമിനേഷനും ഇപ്പൊ ഓരോ എപ്പിസോഡിലും എലിമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്രാവശ്യത്തെ എലിമിനേഷനിൽ നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലെ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് എന്തെങ്കിലും തോന്നിയോ? വലുതായിട്ടില്ല സത്യം പറയാൻ വെച്ചാല്. ഒരാളെ മാത്രം ഈ പറഞ്ഞ പോലെ ബൈ ദ എൻഡ് ഞാൻ പറയാം, ഒരാളെ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, കൂടുതൽ ഇഷ്ടപ്പെട്ടു. ആരായിരിക്കും? അഭിരാമായിരിക്കും. അഭിരാമിനെ എനിക്ക് ഇഷ്ടം കുറഞ്ഞു വരിക ചെയ്ത ഓരോ എപ്പിസോഡ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അഭിരാമിന് വേണ്ടി അല്ല. എനിക്ക് ആരെയായിരിക്കും ഇതിൽ ഇഷ്ടപ്പെടുക? വർക്കിംഗ്, മാരീഡ്, നല്ലൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഈ പോയതിൽ. അപർണ പോകുമ്പോൾ എനിക്ക് തോന്നി അപർണ എന്താണ് ഓഫീസിലും ഇതൊക്കെ റൂഡ് ആൻഡ് ബോൾഡ് എന്നാ പറയപ്പെട്ടേന്ന്. അപ്പൊ ഞാൻ വിചാരിക്കാം നമ്മുടെ ലോകത്ത് റൂഡും ബോൾഡും ആയിട്ടുള്ള ഒരാള് ഇവിടെ ആരും ശ്രദ്ധിക്കാത്ത ആൾക്കാരിൽ ഒന്നായി മാറി. അതെനിക്ക് തോന്നുന്നു ആ ഒരു സർക്കംസ്റ്റൻസ് പുള്ളിക്കാരി ഭയങ്കര അഡ്ജസ്റ്റ് ആയല്ലോ ആ ജോലിയുടെ. അപ്പം അവിടെ നമ്മള് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ബോൾഡ്നെസ്സും അതും ഇതൊക്കെ വരും വിത്ത് എക്സ്പീരിയൻസ്. പക്ഷെ ഇവിടെ വന്നിട്ട് അധികം കാലം ആയിട്ടില്ലല്ലോ, അപ്പം അതങ്ങോട്ട് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു വർക്കിംഗ് മാരീഡ് വുമൺ എന്ന് പറയുമ്പോൾ എനിക്ക് ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ ഡിവോഴ്സായി സെപ്പറേറ്റഡ് ആയി എന്നുള്ളതാണ് ഇവരെപ്പോഴും ഫസ്റ്റ് വെക്കുക. എനിക്ക് ആലോചിക്കാറുണ്ട് ഇവരെന്തിനാ ഇത് ഫസ്റ്റ് പറയുന്നത്, അതിലും വലിയ ഐഡന്റിറ്റി നിങ്ങൾക്ക് ഇല്ലേ? കറക്റ്റ്. അപ്പം ഈ അപർണ അത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വർക്കിംഗ് മാരീഡ് വുമൺ. അതെ. അപ്പം അതൊരു രസമില്ലേ കേൾക്കാൻ, അവനവനെ ഡിഫൈൻ ചെയ്യുമ്പോ. പിന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നവിടത്തും അവര് ലീവ് കൊടുത്തിട്ടാ വിട്ടിരിക്കുന്നത്. അതൊരു വലിയ കാര്യമല്ലേ. ഇപ്പൊ അഭിരാമിന്റെ ഒക്കെ പറയുമ്പോ അഭിരാമിനൊക്കെ അങ്ങനെ ഐ മീൻ ദേ ജസ്റ്റ് ടോൾഡ് ഹിം ടു എക്സിറ്റ് എന്നുള്ള പറഞ്ഞു. അപ്പൊ അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങും ആ കുട്ടിക്ക് അത്രയും കഴിവും ഉള്ളത് കാരണമാണല്ലോ അവിടെ നിന്ന് അങ്ങനെ ലീവ് ഒക്കെ കൊടുത്തു വിട്ടത് അല്ലേ. അതെ. പിന്നെ ഈ ഫേസ് ഓഫും നല്ലൊരു കാര്യമല്ലേടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ എല്ലാവരെയും ശബ്ദം ഐഡിയാസ് നമുക്കും കേൾക്കാൻ പറ്റുന്നില്ലേ. മറ്റേ ഈ ഗെയിമിൽ മാത്രമാകുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് കലബില പോലെ എനിക്ക് ഓരോരുത്തരെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫേസ് ഓഫ് എനിക്ക് കുറച്ച് റിപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നേ. എന്താണെന്നറിയോ, ആദ്യം വന്നിരിക്കുന്ന ഭയങ്കര എന്താ പറയാ യുണീക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എപ്പോഴും ആദ്യം എല്ലാരും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ കളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഗോപു നീ ഭയങ്കര ഫേക്ക് ആയിട്ടാണ്, നിന്നിൽ ഞാൻ കുറെ പ്രതീക്ഷിച്ചിരുന്നു, ഇതൊന്നും ഞാൻ കണ്ടില്ല. ഇതൊരു മൊണോട്ടണി ആയിട്ട് ഇങ്ങനെ ഒന്നും പറയാനില്ല എന്ന് വരുമ്പോൾ അവർ ഇത് യൂസ് ചെയ്യണം. പിന്നെ കിടന്ന കച്ച 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 ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും സൗണ്ട് കൂടുതലും. അവസാനം എനിക്ക് തോന്നുന്നു റെനീഷ തന്നെ 3, 2, 1 സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നുണ്ട്. ചിലവിടത്ത് 10 സെക്കൻഡ്സ് കൊടുക്കുന്നു, ചിലവിടത്ത് 3 സെക്കൻഡ്സ് കൊടുക്കുന്നു. ശരി, ടൈമർ വെച്ചിട്ട് അവള് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ചിലവര് സംസാരിച്ചല്ലോ. ഈവൻ റേബനും ഇതിന്റെ മുമ്പ് സംസാരിച്ചതിനേക്കാളും എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഞാൻ കണ്ടു. റേബൻ അഭിരാമൻ അഗെയിൻസ്റ്റ് നിന്ന് സംസാരിച്ചപ്പോൾ 1-to-1 റേബൻ എന്തുകൊണ്ട് അഭിരാമിന്റെ ചെറിയ ഇത് പറഞ്ഞ പോലെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ റേബൻ ചൂണ്ടിക്കാട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് ഓപ്പോസിഷൻ കറക്റ്റായി വരുമ്പോൾ ഫേസ് ഓഫ് നന്നായി വരുന്നുണ്ടാവും. അല്ല പറ, എന്നിട്ട് രഞ്ജിനിയെ എപ്പോഴാണ് അഖില് സ്റ്റോപ്പ് ചെയ്തത്? എലിമിനേഷൻ സമയത്ത് റേബന്റെ കുറെ അച്ചീവ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറയുമ്പം രഞ്ജിനി ബൈ പറയുമ്പം വെൽ വിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ റേബന്റെ എന്തോന്ന് എനിക്ക് തോന്നുന്നു പുകഴ്ത്തി അപ്രീഷിയേറ്റ് ചെയ്ത് വരുന്ന സമയത്താണ് എന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അഖില് രഞ്ജിനീനെ തട്ടിയതും രഞ്ജിനി അബ്രപ്റ്റ്ലി ഓക്കെ യാ ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞിട്ട് ബൈ പറഞ്ഞു. മേ ബി നമുക്ക് ലേറ്റർ ഓൺ വി വിൽ കം ടു നോ എന്തായിരിക്കും ഇത്. അങ്ങനെ എപ്പിസോഡ് 7 എൻഡിലെ ആകുമ്പോഴേക്കും നമ്മളതിൽ ആകെ ഇനി 20 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. ഒരു വീക്ക് 7 എപ്പിസോഡ്സിൽ അവർ പകുതി ആൾക്കാരെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ എപ്പിസോഡ് 8. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് രൺ ആൻഡ് ഗോ.